സുജു, കരിയിലക്കുളങ്ങരയിൽ മറ്റൊരു മനുഷ്യ മഹാസാഗരമാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം കടന്നു വന്ന വഴിയിടങ്ങളിലെല്ലാം നമ്മൾ കണ്ടത് ഒരേ കാഴ്ചകൾ തന്നെയായിരുന്നു, ഒരേ വികാരം തന്നെയായിരുന്നു. ഒരൊറ്റ വികാരം, സഖാവ് വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണുക, മുഷ്ടി ചുരുട്ടി ആകാശത്തിലേക്ക് ഉയർത്തി ഒരു മുദ്രാവാക്യം വിളിച്ച് പ്രിയ സഖാവിന് യാത്രാമൊഴി കൊടുക്കുക. ഇത് തന്നെയായിരിക്കാം കരിയിലക്കുളങ്ങരയിൽ നമ്മൾ കാണുക. അതിനപ്പുറം മറ്റൊന്നും കാണാനുമില്ല. സുജു, തീർച്ചയായിട്ടും അത് തന്നെയാണ്. നമുക്കറിയാം 2 ജില്ലകൾ പിന്നിട്ടപ്പോൾ 16 മണിക്കൂറാണ് കൊല്ലവും തിരുവനന്തപുരം പിന്നിട്ടപ്പോൾ എടുത്ത സമയം. വിപ്ലവ മണ്ണിലേക്ക് വി എസ് എത്തുമ്പോൾ ആ 16 മണിക്കൂർ പിന്നിട്ടാണ് വി എസ് എത്തിയ സാഹചര്യം. അത്രയധികം ജനസഞ്ചയമായിരുന്നു, ജനസാഗരമാണ് ഈ പിന്നിട്ട വഴികളെല്ലാം ഉണ്ട് എന്ന് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഇനി വി എസ് ആ വിപ്ലവ ഭൂമിയിലെ പുന്നപ്ര വയലാർ രക്തസാക്ഷികളുടെ ചോരചീന്ത മണ്ണിലേക്ക് വി എസും സഖാക്കൾക്കൊപ്പം അണിചേരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ആ സമയത്തും വി എസിനെ കാത്ത് കനത്ത മഴയിലും ധാരാളം ആളുകളാണ് ഇവിടെ നിൽക്കുന്നത്. കണ്ണേ കരളെ വി എസ് എ എന്ന് വിളിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അല്പസമയം മുമ്പ് നമ്മൾ ഈ റോഡിൽ നോക്കുമ്പോൾ വാഹനങ്ങൾക്ക് പോകത്തക്ക രീതിയിലാണെങ്കിൽ ഇപ്പോൾ വി എസിന് റെഡ് സല്യൂട്ട് അർപ്പിച്ചുകൊണ്ട് ആളുകളെല്ലാം തന്നെ കൂടി നിൽക്കുന്ന കാഴ്ച. ഈ കരിയിലക്കുളങ്ങരയിലും വി എസിന് അഭിവാദ്യം അർപ്പിക്കാനായി ധാരാളം ആളുകളാണ് എത്തുന്നത്. വളരെ മണിക്കൂറായി നിങ്ങൾ കാത്തു നിൽക്കുകയായിരുന്നല്ലേ? അതെ അതെ അതെ. നേതാവിന് വേണ്ടി ഞങ്ങൾ വെളുപ്പിനെ കൊണ്ട് കാത്തു നിൽക്കുകയാണ്. രാത്രി വരുമെന്ന് പറഞ്ഞ് വന്നില്ല, വെളുപ്പിനെ കൊണ്ട് നിൽക്കുക. പിന്നെ വീട്ടിൽ പോയിട്ട് വന്നിട്ട് നിൽക്കുകയാണ്. കേസിനെ കാത്ത് ഇവിടുത്തെ ജനങ്ങളെല്ലാം ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. കാരണം ഈ നാടിനെ ഈ നാടാക്കുന്നതിന് വേണ്ടി ഒരു കാലഘട്ടത്തിൽ പരിശ്രമിച്ച വലിയൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഒരു താല്പര്യങ്ങളും പ്രത്യേകിച്ച് സ്വന്തമായ ഒരു താല്പര്യങ്ങളും ഇല്ലാത്തൊരു വലിയ നേതാവ്, അപൂർവം ചിലരിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തെ കാണാൻ വേണ്ടിയാണ് ഈ മഴയെല്ലാം സഹിച്ച് ഞങ്ങളെല്ലാം കാത്തു നിൽക്കുന്നത്. വയലാറിൻ്റെയൊക്കെ ഓർമ്മകൾ സ്മരിക്കുന്ന അല്ലെങ്കിൽ തീക്ഷ്ണമായ ഓർമ്മകളുള്ള നാട് കൂടിയാണ് ആലപ്പുഴ. ആലപ്പുഴയിലേക്ക് വി എസ് അവസാന യാത്രയ്ക്കായി എത്തുകയാണ്. രാത്രി ഉറക്കമൊഴിച്ചിരുന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. രാത്രി ഉറങ്ങിയിട്ട് പോലുമില്ല. കരളെ വി എസ് എ, അത് തന്നെയാണ് വി എസിനായി കാത്തു നിൽക്കുന്ന പ്രായഭേദമന്യേ ആളുകൾ വി എസിനായി കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വി എസ് എന്ന വലിയ വികാരമാണ് ഇവരെ ഭരിക്കുന്നത്. ആ വി എസിനായി കാത്തു നിൽക്കുന്ന അനേക ആയിരങ്ങളാണ് എല്ലാ സ്ഥലങ്ങളിലുള്ള വി എസിനായി കാത്തു നിൽക്കുകയാണ്. വളരെ നേരമായി കാത്തു നിൽക്കുകയാണ്. 5 മണി മുതൽ. അതെ, വളരെ നേരമായിട്ട് ഞങ്ങൾ നിൽക്കുകയാണ്. ഞങ്ങൾ രാവിലെ 4 മണിക്ക് വന്നതാണ്. വെളുപ്പിനെ 4 മണിക്ക് വന്ന് വി എസിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. സഹാവ് ഞങ്ങളുടെ നെഞ്ചിടിപ്പായിരുന്നു. ആ സഹാവിൻ്റെ അഭാവം ഞങ്ങളുടെ ജീവൻ്റെ എല്ലാം നഷ്ടപ്പെട്ടത്. വലിയൊരു പ്രതീക്ഷയായിരുന്നു സഹാവ്. ആ സഹാവ് ചെറുപ്പകാലം മുതലേ ഞങ്ങൾക്ക് ആവേശമായിരുന്നു. അതാണ് ഞങ്ങൾക്ക് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എല്ലാവർക്കും ആവേശമായിരുന്നു. ഇപ്പോഴും സമര യൗവനമാണ് വി എസ്. നമുക്ക് ദൃശ്യങ്ങൾ കാണിക്കാം. ഈ ആളുകൾക്ക് മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്ന സഖാവ് ആരോ പറഞ്ഞു മരിച്ചെന്ന്, ആരോ പറഞ്ഞു മരിച്ചെന്ന്. ആലപ്പുഴ മണ്ണിൽ കരിയിലക്കുളങ്ങരയിൽ വി എസിനായി കാത്തു നിൽക്കുന്ന ധാരാളം ആളുകൾ വളരെ സമയം കാത്തു നിൽക്കുകയാണ്. പ്രിയപ്പെട്ട സഖാവിനായി കാത്തിരിക്കുകയാണ്. ഇനി എൻ്റെ കരിക്ക് കുടിക്കാൻ വി എസ് ഇല്ല. 25 വർഷമായിട്ട് ഞാൻ കരിക്കച്ചവടം ചെയ്യുന്നത്. എൻ്റെ കരിക്ക് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി വി എസ് കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നല്ല നാടൻ കരിക്ക് ചേർത്ത് പിടിച്ച നേതാവിനെ, ജനങ്ങളെ ആകെ ചേർത്ത് പിടിച്ച നേതാവിനാണ് നിങ്ങൾ ജനങ്ങൾ തിരികെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വിരോചിതമായ വിട നൽകുകയാണ്. അതെ അതെ, ഞങ്ങളുടെ എല്ലാ നെഞ്ചി കടന്നുകൂടിയ വലിയൊരു നേതാവായിരുന്നു അദ്ദേഹം. തൊഴിലാളി വർഗത്തിന് വേണ്ടി മാത്രം നിലകൊണ്ട് നല്ല സത്യസന്ധതയിൽ ജീവിച്ച ഒരു വലിയ നേതാവായിരുന്നു വി എസ് എന്ന് പറയുന്ന ഒരു നേതാവ്. ഞങ്ങളിലൂടെയൊക്കെ ആണ് ഞങ്ങൾ. അമ്മ വളരെ നേരം കാത്തിരിക്കുവാണ്. വി എസിനെ എങ്ങനെയാണ് അമ്മ ഓർക്കുന്നത്? ഞങ്ങളുടെ നെഞ്ചിൽ ജീവനാണ് അദ്ദേഹം. ഞങ്ങൾ മരിച്ചിട്ടില്ല. അദ്ദേഹം ഞങ്ങളുടെ കൂടെ എന്നും ജീവിച്ചു. ഞങ്ങളുടെ ഓർമ്മകളിൽ അദ്ദേഹം എന്നും ഞങ്ങൾക്ക് ഗുരുതുല്യനാണ്. അദ്ദേഹം ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ച, സമൂഹത്തിൽ എങ്ങനെ അദ്ദേഹം ജീവിക്കണമെന്ന് ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ച നേതാവാണ്. ഒരിക്കലും അദ്ദേഹം മരിക്കുന്നില്ല. നല്ലൊരു സഖാവായിരുന്നു. ഞങ്ങൾക്ക് മറക്കാൻ പറ്റത്തില്ല. നല്ലൊരു സഖാവായിരുന്നു.
വി എസിനെ അങ്ങനെയാണ് മനോ ഈ നാട് ഓർക്കുന്ന. വി എസിനെ പ്രായഭേദമന്യേ ആളുകളെല്ലാം വി എസിനായി കാത്തു നിൽക്കുന്ന കാഴ്ചയാണ്. വളരെ നേരെയായി വി എസിനായി കാത്തു നിൽക്കുകയാണ്. ഇന്നലെ രാത്രി തൊട്ട് ഉറക്കമില്ലാതെ കാത്തിരിക്കുക. ഞങ്ങളുടെ സഹാവല്ലയോ കാത്തിരിക്കാതിരിക്കാൻ പറ്റും. ഭൂമിയാണ് ആലപ്പുഴ. ചിത്രയുടെ ഓർമ്മകളുള്ളത്. അതെ, ഞങ്ങളുടെ വിപ്ലവ സൂര്യനായിരുന്നു സഹാവ്. ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി ചെയ്തതാണ് ഞങ്ങൾ ഇപ്പൊ ഇവിടെ നിൽക്കാനുള്ള കാരണം. കേരളത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സഹാവിനെ ഏറെ പ്രിയപ്പെട്ടു. അപ്പൊ ഞങ്ങൾ പാർട്ടിക്കാർ, ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് സഹാവിനെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അവരുടെ കണ്ണുനീർ കാണുക. ആ യുവതിയുടെ അവർ വി എസിനെ ഓർത്തെടുക്കുമ്പോൾ അവർക്ക് കരയാതിരിക്കാനാവില്ല, തൊണ്ടയിടാതിരിക്കാനാവില്ല. അത്രമേൽ പ്രിയപ്പെട്ട നേതാവിനെയാണ് അവർക്ക് നഷ്ടമായിരിക്കുന്നത്. പക്ഷേ വി എസ് മരിച്ചിട്ടില്ല. അവരുടെ നെഞ്ചിൽ അല്ലെങ്കിൽ അവരിലൂടെ ജീവിക്കുമെന്നാണ് ഈ ആളുകളെല്ലാം പറയുന്നത്. മനു, തീർച്ചയായും സുജു, കണ്ണു നിറയുകയും ശബ്ദമിടറുകയും ചെയ്യുന്നുണ്ട്. കാരണം ആ മനുഷ്യരുടെ സ്നേഹം കണ്ടോ. ഇതുപോലൊരു കാഴ്ച മറ്റെവിടെ കിട്ടും സുജു? പറയുന്നത് കേട്ടില്ലേ, ഞങ്ങളുടെ സഖാവല്ലേ, എങ്ങനെ ഞങ്ങൾക്ക് കാണാതെ പോകാൻ കഴിയുമെന്ന്. നമുക്ക് ഇതിനപ്പുറം ഒരു മനുഷ്യന് എങ്ങനെ യാത്രയയപ്പ് കൊടുക്കാൻ കഴിയും? എങ്ങനെ ആ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയും? നമ്മുടെ നാടിന് വേണ്ടി ഉറക്കമിളച്ച് കാവലിരുന്ന മനുഷ്യനാണ്. ആ മനുഷ്യന് വേണ്ടി ഇന്നലെ രാവുറങ്ങാതെ അവർ കാത്തിരിക്കുകയാണ്. കാരണം അവർക്കറിയാം ഇത് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇത് ചെയ്തുകൊണ്ട് ഏറ്റവും ഉചിതമായ യാത്രയയപ്പ്, അതിൽ പ്രായഭേദങ്ങളില്ല. ഏറ്റവും ചെറുപ്പക്കാർ മുതൽ ഇന്നത്തെ തലമുറയിലെ ജെൻസി തലമുറയിലെ മനുഷ്യർ മുതൽ വി എസിനോടൊപ്പം ഉണ്ടായിരുന്ന തലമുറകളിലെ മനുഷ്യർ വരെ ഇങ്ങനെ കാത്തു നിൽക്കുന്നു. സുജു, പ്രായഭേദങ്ങളില്ലാതെ വി എസ് എന്ന മനുഷ്യൻ വികാരമാകുന്ന കാഴ്ച. ഇതിനപ്പുറം അത് വിശദീകരിക്കാനോ പറയാനോ നമ്മളില്ല. മനോ, ഈ ദൃശ്യങ്ങൾ നോക്കുക. വി എസിനായി കാത്തു നിൽക്കുന്ന ഒരു കൊച്ചുകുട്ടി. പഠിക്കുന്ന വി എസിനായി കാത്തു നിൽക്കുകയാണ്. പ്രിയപ്പെട്ട അംഗത്തിനെ പോലെ ഇതുപോലെ ഒരാള് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയില്ല. സംസാരിക്കുന്ന ഓരോ ആളുകളും പൊട്ടിക്കരയുന്ന കാഴ്ച. വി എസ് എന്ന നേതാവിനെ അത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു ആ നാടിനെന്നാണ് ഈ കാഴ്ച സമ്മാനിക്കുന്നത്, ഈ ദൃശ്യങ്ങൾ സമ്മാനിക്കുന്നത്. വി എസ് ആർ എന്ന് നമ്മൾ ഇനിയും റിപ്പോർട്ടിൽ കൂടെ പറയേണ്ട ആവശ്യമില്ല. അവരുടെ വാക്കുകളിലുണ്ട് അവർക്ക് വി എസ് ആർ ആയിരുന്നെന്ന്. ഈ കരിയിലക്കുളങ്ങളിൽ എത്തുമ്പോഴും ആയിരങ്ങളാണ് വി എസിനെ കാത്തു നിൽക്കുന്നത്. വി എസ് എന്ന തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനായി. അത് മഴയൊന്നും പ്രശ്നമല്ല. വി എസിനെ കാത്തു നിൽക്കുന്ന ആൾക്കാർ കനത്ത മഴയിലും അവർ കാത്തു നിൽക്കുവാണ്. ഏത് മഴയും അവർക്ക് തടസ്സമാകുന്നില്ല. ഭയങ്കര മഴ. ഇതൊന്നും തടസ്സമല്ല. അതൊന്നും കുഴപ്പമില്ല. നമ്മൾ കാണാൻ വന്നതല്ലേ കണ്ടിട്ട് പോകും. വലിയ ആവേശത്തോടെ വി എസിനെ ഓർത്ത് നിൽക്കുന്ന ആളുകളെയാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ ചെങ്കൊടി അവസാനമായി വി എസിനെ കാണിക്കുവാൻ വേണ്ടി ചെങ്കൊടി പറിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വി എസ് എന്ന ജനകീയ ജനനായകന് വിട പറയുവാൻ വേണ്ടി ചെങ്കൊടിയും കയ്യിലേന്തിക്കൊണ്ട് ആയിരങ്ങളാണ് ഈ തിരോരങ്ങളിൽ നിൽക്കുന്നത്. ഇല്ല ഇല്ല മരിക്കുകയില്ല, ഇല്ല മരിക്കുകയില്ല, ഇല്ല ഇല്ല മരിക്കുകയില്ല, ഇല്ല ഇല്ല മരിക്കുകയില്ല. രക്തപ്പുഴയിൽ നിന്ന് മുക്കിയെടുത്ത ചെങ്കൊടിയെ തലമുറ കൈമാറി ഞങ്ങൾ ശിക്ഷിക്കും. അടിയുടെ എഴുയുടെ വെടിയുടെ മുന്നിൽ അടിമടാത്തൊരു പ്രസ്ഥാനം. അതാണ് വി എസ്. പുന്നപ്പുഴയുടെ ഓർമ്മകൾ പങ്കിടുന്നതാണ്. കൊച്ചു കുട്ടികളടക്കമുണ്ട്. മോളെ വി എസിനായി കാത്തു നിൽക്കുകയാണ്. വലിയ ആവേശം പകർന്ന ഒരു നേതാവ് കൂടി നിങ്ങൾക്ക് പോലും. ധൈര്യമായിട്ട് പറയാൻ കർമ്മവീരൻ, സാധാരണക്കാരൻ്റെ നേതാവ്, അങ്ങനെ എല്ലാവരുമായ വി എസ്. മാത്രം ഒരു മേധാവിനുണ്ടാവുന്നില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് മാതൃകയായിട്ടുള്ള നേതാവ്. കേരളത്തിന് കരിയിലക്കുളങ്ങരയിലും കാത്തു നിൽക്കുന്നത് ആയിരങ്ങളാണ്. മനു.